ഞാൻ ആർദ്ര, ഞാൻ ഗോകുലണ്ണൻ്റെ കൊച്ചിൻ്റെ മോളാണ്. ഗോകുലണ്ണൻ്റെ അക്ഷയ ചേച്ചിയും എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. എൻ്റെ സീനിയേഴ്സ് ആയിരുന്നു അവർ സ്കൂളിൽ. അപ്പോൾ ഇവരുടെ റിലേഷനൊക്കെ എനിക്ക് അറിയായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് അവരുടെ കല്യാണം നടന്നതിൽ. എല്ലാം വിശ്വസിച്ചായിരുന്നു. അഴകാന കാതൽ കടലായി അഴിയാത മുത്തുമണിയായി. ഹലോ, എൻ്റെ പേര് നിവേദിത എന്നാണ്. ഞാൻ ആക്ച്വലി ഗോകുലണ്ണൻ്റെ നീസായിട്ട് വരും. അപ്പോൾ എനിക്കറിയായിരുന്നു ഇവര് കുറേ നാളത്തെ ലവ് ആണ്. എൻ്റെ അടുത്ത് എൻ്റെ കസിൻസ് ഞങ്ങളുടെ ഇടയിൽ അറിയായിരുന്നു. ഒരു പ്രാവശ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആക്ച്വലി കൊല്ലത്ത് സുപ്രീമിൽ പോയപ്പോൾ അപ്പർ ക്രസ്റ്റിൽ ഇവരുടെ ഒരു ഡേറ്റിലായിരുന്നു. ഞാൻ അവരെ കണ്ടു. ബട്ട് ഞാൻ ഇൻട്രപ്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ചാൽ മിണ്ടാനൊന്നും പോയില്ല. സോ ആക്ച്വലി ഗോകുലണ്ണൻ ഭയങ്കര കെയറിങ് സ്വീറ്റ് ബ്രദറാണ്. സോ ഹാപ്പി മാരീഡ് ലൈഫ് ടു ഗോകുലണ്ണൻ ആൻഡ് അക്ഷയ ചേച്ചി. കിട്ടാവുന്നില്ല ഏറ്റവും നല്ലൊരു ആളിയാണ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ കിട്ടിയ പെൺകുട്ടിക്ക് നല്ലൊരു ഭർത്താവിനാണ് കിട്ടിയത്. എല്ലാവിധ ഹാപ്പി മാരീഡ് ലൈഫ് ബോത്ത് ഓഫ് ദം. പാതകൾ പൂക്കും ആസൈകൾ കരയോ കാലങ്ങൾ മറയോ മായകൾ ഇണയും പാതകൾ തേടും മേടുകൾ. വലുതായി കല്യാണം കഴിക്കാറായി എന്നൊന്നും എനിക്കിപ്പോഴും വിചാരിക്കാൻ പറ്റുന്നില്ല. അവൻ ഇപ്പോഴും എനിക്ക് ചെറുത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ 5 years ഡിഫറൻസ് ഉണ്ടെങ്കിലും പല കാര്യത്തിലും അവൻ എന്നെക്കാട്ടി കുറച്ചുകൂടെ മെച്ചേർഡായിട്ട് സംസാരിക്കുന്നതും ബിഹേവ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സോ എന്തായാലും അവനും അക്ഷയ്ക്കും ഹാപ്പി മാരീഡ് ലൈഫ്. ഞാൻ മാത്രം സ്വന്തം അനിയനെ പറ്റി പറയാൻ അവൻ ഭയങ്കര സോഫ്റ്റ് ആണ്, ക്യാരക്ടറാണ്, ഭയങ്കര കെയറിംഗ് ആണ്. ബൈ. മിഥുനം മധുരം മൃദുമോഹനമുള്ളിലാരു കനവേ മൊഴിയൊന്നു ചൊല്ലി നിഴലൊന്നു തേടി ഹൃദയങ്ങൾ നിന്നു അരികെ ഉயிருള്ളിലെ ഉന്മകൾ തുള്ളണ നെഞ്ചിലോളമുയരെ ഇനി എന്തിന് കണ്ണുകൾ ഇങ്ങനെ തമ്മിലെന്നു മകളെ. പാതി വഴികളിൽ അകമറിയുകയാണോ ഇനിയും പറയാതൊരു കഥയാണോ ഇതു? നേരം ഇതുവരെ അതിരിഴകളിലാരോ